ഇന്നലെ നമുക്ക് ആമസോണിൽ നിന്ന് ഒരു പാക്കേജ് ഡെലിവറി ഉണ്ടായിരുന്നു, ഒരു കൊറിയർ. നമ്മൾ ഇതുവരെ അത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇന്നലെ ഒരു ദിവസം ഇതോടെ കിടന്ന് ഓരോരോ തിരക്കുകളായിപ്പോയി. ഇതിൽ വയ്ക്കാനുള്ള ഒരു ലോഡ് സ്ക്രൂവും ആംഗിൾസൊക്കെ ഉണ്ട്. ഇതിൽ മാനുവലും കൂടി ഉണ്ട് എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഡൈനിങ് ടേബിളാണ്. നമുക്കിത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അൺബോക്സ് ചെയ്ത് ഈ കവറുകളൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ചവറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാം എടുത്ത് പുറത്ത് തട്ടിക്കളഞ്ഞിട്ട് അസംബിൾ ചെയ്യാം. ആദ്യം നമുക്ക് മെയിൻ ടേബിൾ സെറ്റ് ചെയ്യാം. മെയിൻ ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് മെയിൻ 2 കാലുകളും പിന്നെ ക്രോസ് വെക്കേണ്ട 2 സാധനം, പിന്നെ ഇതിൻ്റെ വെർട്ടിക്കലായിട്ട് ഇങ്ങോട്ട് വെക്കണം. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ അധ്വാനത്തിന് ശേഷം ടേബിൾ കംപ്ലീറ്റ്ലി നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹെവി ആയിരുന്നു എല്ലാ സാധനങ്ങളും, പക്ഷേ അസംബിൾ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. ആ മാനുവലൊക്കെ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഫിക്സ് ചെയ്യണമെന്നൊക്കെ. അതുകൊണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ഇതൊരു 8500 റുപ്പീസ് ആയിട്ടുള്ളൂ. ഈ ഒരു 2 ചെയർസ്, ഒരു ടേബിള്, ഈ ഒരു ബെഞ്ചടക്കം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു തരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും 30th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇന്ന് പോയിട്ടൊരു കേക്കൊക്കെ വാങ്ങണം. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിനി വൈകുന്നേരം ഷൂട്ടിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈകുന്നേരം ബാക്കി കഥ പറഞ്ഞുതരാം. ബൈ ഗൈസ്, ദിസ് ഈസ് ആക്ച്വലി ടുമാറോ. ഇന്നലെയാണ് നമ്മൾ മേശയൊക്കെ അസംബിൾ ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അച്ഛൻ്റെ അമ്മയുടെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചു. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു ഇന്ന്. അപ്പോൾ അതായത് ഇന്നലെ രാത്രി ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ അവിടെ ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെയാണ് അമ്പലത്തിൽ ഒരു വീക്ക് മുമ്പ് തൊട്ട് നാടകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് പിന്നെ ടൈം പോയി, വന്നിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്നാണെങ്കിൽ രാവിലെ എനിക്ക് കാവടി കാണാൻ പോയി. കാവടിയുടെ ഒപ്പം പൊതുവേ ശിങ്കാരി മേളം ഉണ്ടാവും.
എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ലേ ശിങ്കാരിമേളം എന്ന് പറയണത്. പിന്നെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആനപ്പൂരത്തിൻ്റെ ഒപ്പം പഞ്ചാരിമേളം ഉണ്ടാവും. ഐ എം എ ബിഗ് പഞ്ചാരിമേളം ഫാൻ. ഇവിടുത്തെ അത്രയ്ക്ക് ടോപ്പായിരുന്നില്ല, ബട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ വ്ളോഗ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.